ഇന്ന് ഞാൻ ഉറുമ്പിനെ ആർട്ടിസ്റ്റ് ആക്കാൻ വേണ്ടി പോവാണ്. യെസ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ജപ്പാനിലെ ഒരു വ്യക്തി ഈ ഉറുമ്പിനെ ഉപയോഗിച്ച് ലക്ഷങ്ങളാണ് ഉണ്ടാക്കിയത്. ഇങ്ങേര് ഒരു ഉറുമ്പിനെ ഒരു ക്യാൻവാസിലിരുത്തി ആ ഉറുമ്പ് പോകുന്ന വഴിയിലൂടെ ക്രയോൺ കൊണ്ട് വരച്ച് ഒരു പെയിന്റിങ് പോലെ ആക്കി അത് സെല്ല് ചെയ്തത് 50,000 രൂപക്കാണ്. ആ ഒരു കാര്യം ഞാൻ ഇന്ന് കേരളത്തിൽ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെന്നെ കൊണ്ട് വർക്കായ കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ ഏതെങ്കിലും ഒരു അർഹതപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. സോ എന്താവും അറിയില്ല. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ചലഞ്ചിൻ്റെ മെയിൻ ആശാൻ ആര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പാണല്ലേ. അപ്പോൾ ഉറുമ്പിനെ നമ്മൾ ഫസ്റ്റ് പിടിക്കണം. ഇത് ഉറുമ്പിനെ എവിടെ നിന്ന് പിടിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഉറുമ്പുണ്ടാവും. ആദ്യം നമ്മൾ ഉറുമ്പിനെ പിടിച്ചിട്ട് ഉറുമ്പൻ കുട്ടനാണ് നമ്മുടെ ആശാൻ. എവിടെയെങ്കിലൊക്കെ ആയിട്ട് കുറച്ച് ഉറുമ്പ് ഉണ്ടാവും ഗൈസ്. പിന്നെ ഈ കാട്ടിൻ്റെ അടക്കോ ഇല്ലാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉറുമ്പുണ്ടോ ഞാൻ തപ്പട്ടെ. അയ്യോ അമ്മേ ഗൈസ്, അപ്പം കുറേ കഷ്ടപ്പാടിന് ശേഷം മുടി ഗൈസ്, ആഫ്റ്റർ എ ലോങ് കഷ്ടപ്പാട് നമുക്കൊരു ഉറുമ്പിനെ കിട്ടി. ഞാൻ എന്താ ഈടെ മൊത്തം പെരുതി, അപ്പുറത്തെ ഫുള്ള് പെരുതി ആകെ ഇതായി ഗൈസ്. അപ്പം അവസാനം കഷ്ടപ്പെട്ട് എനിക്ക് ഒരു ഉറുമ്പിനെ കിട്ടി. കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ടത്. ഇവന് നമുക്കൊരു പേരിട്ടാം. ഇവന് നമുക്ക് കുട്ടൂസൻ എന്ന് പേരിടാം ഗൈസ്. ഇവനാണ് നമ്മളെ കുട്ടൂസൻ. ഒരു പേപ്പർ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് കളർ എടുത്തിട്ട് ഇതേത് വേറൊരു ഉറുമ്പ് ഇതാരാടാ? അപ്പം ഇതാരി ഇതിൻ്റെ ഉള്ളിൽ പോയാ? പടച്ചോനെ, എൻ്റെ ഉറുമ്പതാ പോന്ന്. നിൽക്കണ ഉറുമ്പേ ഈ നമ്മളാളാണ്, നമ്മൾ പോലെ. അതിന് ഭയങ്കര എനർജിടാ. ഉറുമ്പേ എൻ്റെ കണ്ടന്റ് പോവും മോനെ. ഗായ്സ്, എൻ്റെ ഉറുമ്പ് കൊടുത്തു. അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ആ സങ്കടത്തിലൊന്നും ഞാൻ തളർന്നില്ല. ഐ ഗോട്ട് ആൻ അനദർ ഉറുമ്പ്. അങ്ങനെ ഞാൻ ഇവനെ കൊണ്ട് പണി തുടങ്ങി. ഉറുമ്പ് പോകുന്ന വഴിയിലൂടെ ഞാൻ ഈ ക്രയോൺ ഉപയോഗിച്ച് വരക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. എന്തൊക്കെയോ വരച്ചിട്ട് ഒരു ചളവള ഒരു പെയിൻറ്റിങ് ഇതേപോലെ തന്നെയാണ് അയാൾ ചെയ്തത്. ഇപ്പം പോയ വഴിയിലൂടെ ഞാൻ ക്രയോൺ കൊണ്ട് വരച്ച് ഇങ്ങനൊരു പെയിൻറ്റിങ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവനെ പറഞ്ഞു വിടാൻ സമയമായി. ഒരുപാട് താങ്ക് യു. ഈ പെയിൻറ്റിങ് വരച്ചെന്ന നിന്നോട് ഒരുപാട് താങ്ക് യു ഉണ്ട്. നീ ഇല്ലെങ്കിൽ എനിക്ക് ഈ പെയിൻറ്റിങ് പൂർത്തിയാക്കാൻ പറ്റുന്നായിരുന്നില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് പിക്ചർ ആർട്ട് വർക്ക് സെറ്റായി. നമ്മുടെ ഉറുമ്പ് കൂട്ടനെ പറഞ്ഞു വിട്ട് അങ്ങനെ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെല്ല് ചെയ്യേ വേണ്ടു. നമ്മുടെ ലക്ഷങ്ങളുടെ ലക്ഷം ഒരു 500 റുപ്യ കിട്ടിയാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അല്ലേ. നമുക്ക് ഫുഡോ വസ്ത്രമോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. 500 റുപ്യ കിട്ടിയാൽ മതി, അത്രയൊക്കെ വേണ്ടു. നമുക്കിത് സെല്ല് ചെയ്യണം. ഇനിയിപ്പോൾ എങ്ങനെ സെല്ല് ചെയ്യുമെന്നാണ് എനിക്കറിയാത്തത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതൊന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടണം. ഇതാർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് വേണം സ്റ്റോറി ഇടാൻ. ഇതാർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് സ്റ്റോറി ഇടണം. പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ അടുത്ത് പോയിട്ട് ചോദിക്കണം, മാമ ഈ പെയിൻറ്റിങ് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മാൾസ് മറ്റേ വലിയ ആൾക്കാരെടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്യണം. ഇത് 3 ഓപ്ഷനാണ് എനിക്കിത് സെല്ല് ചെയ്യാൻ ഉള്ളത്. അങ്ങനെ ഞാൻ ഇതും എടുത്തുകൊണ്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ ആ ചിത്രം എടുത്തുകൊണ്ട് ഞാൻ അവിടെ മൊത്തം നടന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഒരു സാധനം വിൽക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ ദിവസവും ഞാൻ എല്ലാവരോടും പോയി ചോദിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇമാതിരി തട്ടിപ്പ് കൊണ്ട് നീ ഇറങ്ങിക്കൂടാ. വേറെന്തെങ്കിലും പരിപാടി അല്ല ഉറുമ്പിന് മസിലുണ്ടോ വേറൊന്ന് പണ്ടേ ഇറങ്ങി. ഇത് ഉറുമ്പ് വരച്ച ചിത്രം. അവസാനം അങ്ങനെ എനിക്കൊരാളെ കിട്ടി. എനിക്ക് പേരറിയില്ലല്ലോ. നമ്മളെ കൃഷ്ണേട്ടൻ നമ്മുടെ ഉറുമ്പ് വരച്ച ചിത്രം വാങ്ങിയിട്ടുണ്ട്. ചോദിച്ചോക്കെ എന്താ നിങ്ങൾക്ക് ഈ ഉറുമ്പ് വരച്ച ചിത്രം വാങ്ങാനുള്ള കാര്യം? ഉറുമ്പ് വരച്ച ഇതിന്റെ മനോഹാരിതയും ഇതിന്റെ ഭംഗി ശില്പഭംഗിയും കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാങ്ങുന്നു. ഇതിൽ കിട്ടുന്ന പൈസ സാധാരണ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പിന്നെ പൊതു കാര്യത്തിന് സഹായങ്ങൾ ഞാൻ ഇത് വാങ്ങുന്നു. പിടിച്ചോ, താങ്ക് യു. അപ്പൊ ഇത് നിങ്ങളെ കടയിൽ നോക്കും. അടിപൊളി.
അപ്പം നമുക്ക് ഈ 500 രൂപ ആർക്കെങ്കിലും നല്ല എന്തെങ്കിലും സഹായം ചെയ്യാം. ഇപ്പം അതാ ഉച്ചക്ക് ചോറ് പറഞ്ഞാൽ ഞാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ.